ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്നുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണണം. കണ്ടിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. കൊച്ചു ഹായ് പറഞ്ഞേ. കുട്ടുവുണ്ട്. കുട്ടുവിനെ ഉള്ളിടാ. ദേ കുട്ടുവുണ്ട്. ഹായ് പറ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നീർമാതളം പൂത്ത കാലത്തിലോട്ട് പോവാം. ഓക്കെ, ബൈ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കേട്ട പേരാണ് മാധവിക്കുട്ടി. പിന്നീടത് കമല സുരയ്യ എന്നായി. അപ്പോൾ കമല സുരയ്യയുടെ നീർമാതളം പൂത്ത കാലം എന്ന ബുക്ക് ഒന്ന് വായിക്കാം. നാലപ്പാട്ട് വീട് ആദ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആലുവയിലായിരുന്നു. സാന്നിധ്യക്കാവ് എന്നു പേരുള്ള ഒരു അമ്പലവും അതിന് സമീപമുണ്ടായിരുന്നു. ആ അമ്പലത്തിൻ്റെ ചെലവുകൾ വഹിച്ചിരുന്നവർ നാലപ്പാട്ട് കുടുംബാംഗങ്ങളായിരുന്നു. പിന്നീട് വന്നേരി എന്ന പ്രദേശത്ത് മറ്റൊരു നാലപ്പാട്ട് വീട് ജനിച്ചു. എൻ്റെ അമ്മമ്മയുടെ അമ്മമ്മയുടെ അമ്മയായിരുന്ന നാലപ്പാട്ടെ കുഞ്ചിയമ്മ എലിയങ്ങാട്ടിലെ തമ്പുരാൻ്റെ വധുവായി ആ നാട്ടിൽ വന്നെത്തിയപ്പോൾ തിരുത്തിക്കാട്ട് പറമ്പിൽ സർവ്വലക്ഷണങ്ങളും ഒത്തുചേർന്ന ഒരിടത്ത് ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധനായ ആശാരി അവർക്ക് താമസിക്കുവാനായി പണിത വീടായിരുന്നു ആ വീട്. ആഡംബരമില്ലാത്ത ഒരു നാലുകെട്ട്. ആഡംബരം വന്നത് അതിൻ്റെ ചുറ്റും മരങ്ങൾ വളർന്നു നിന്നപ്പോഴാണ്. വേലിക്കരികെ മുളങ്കാടുകൾ, കള്ളിച്ചെടികൾ, മുരുക്ക്, എരുക്ക്, പൂവരശ്, വാഗ, കുളക്കരയിൽ സ്ഥിതി ചെയ്തിരുന്ന പൊന്തകളിൽ ഒളിച്ച് സ്ത്രീകൾ കുളിക്കുന്നത് ആരും നോക്കിക്കാണരുതെന്ന് കരുതി വളർത്തിയ ചേരുമരങ്ങൾ. അവയുടെ അടുത്ത് നിന്നാൽ ഉടനെ ആർക്കും ശരീരമാസകലം ചൊറിഞ്ഞു തുടങ്ങും. കിഴക്കേ പറമ്പിൽ കൂവളകം, വടകപ്പുളി നാരകം, ഈന്തൻപന, കരിമ്പന, കവുങ്ങ്. തെക്കേ പറമ്പിൽ പുളിയൻമാവ്, ഞാവൽ, പാമ്പിൻകാവിൽ കാഞ്ഞിരം, ഇലഞ്ഞി, പരി, നീർമാതളം, കുങ്കുമമരം. വടക്കേ പറമ്പിൽ പ്ലാശ്, നെല്ലി, നീരുവലിച്ചു കുടിക്കാനുള്ള മഞ്ഞ മാങ്ങകൾ പേറുന്ന കൂറ്റൻ മാവ്, മറ്റു മാവുകൾ, നേന്ത്രവാഴക്കൂട്ടം. പടിഞ്ഞാറ് മൂവാണ്ടൻ മാവുകൾ, മാതളനാരകം, കറിവേപ്പില, വേലിക്കൽ നറുമണമുള്ള പാല, പാരിജാതം, പവിഴമല്ലി, ആവണക്ക്, ഇലവങ്കം. മരങ്ങളുടെ നിഴൽ കൊച്ചു പരവതാനികൾ പോലെ ആ മുറ്റത്തും തൊടിയിലും ചിതറിക്കിടന്നു. തെങ്ങുകൾ അവയുടെ വികലങ്ങളായ ചായകൾ പൂഴിയിൽ വിതറി. മുകളിലെ നടുവിൽ മുറിയിൽ നിന്ന് പടിഞ്ഞാട്ട് നോക്കിയാൽ രണ്ട് ചെന്തെങ്ങുകളുടെ മനോഹാരിത ഞങ്ങൾക്ക് കാണാമായിരുന്നു. ഞാൻ ജനിച്ചപ്പോഴേക്കും നാലപ്പാട്ട് കുടുംബക്കാർക്ക് ധനക്ഷയം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. 15 വയസ്സായ കുഞ്ചിയെ എലിയങ്ങാട്ട് തമ്പുരാൻ അഗാധമായി സ്നേഹിച്ചിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം അനന്തരവന്മാരായ തമ്പുരാക്കന്മാർക്ക് നാലപ്പാട്ടുകാരോട് യാതൊരു ദാക്ഷിണ്യവും തോന്നിയില്ല. കുഞ്ചിക്ക് തമ്പുരാൻ കൊടുത്ത വസ്തുക്കൾ, അവയിൽ അവകാശം സ്ഥാപിച്ച് വീണ്ടെടുക്കുവാൻ അവർ പരിശ്രമിച്ചു. വ്യവഹാരത്തിൽപ്പെട്ട് നാലപ്പാട്ടെ സ്ത്രീകൾ ആകെ തളർന്നു. നാലപ്പാട്ട് കുടുംബത്തിൽ പുരുഷ പ്രജകൾ കുറവായിരുന്നു. കുഞ്ചിയുടെ കിളിക്കൊഞ്ചലിലും ചാരുതയിലും ആകൃഷ്ടനായ ഭർത്താവ് അവൾക്ക് ആമാടക്കൂട്ടവും കൂട്ടുകടകവും കട്ടിക്കാപ്പും കല്ലുവെച്ച തോടയും തീരെ ഇരുണ്ട പച്ചക്കല്ലുകൾ വെച്ച ഒരു നാഗവടത്താലിയും സമ്മാനിച്ചു. നാഗവടത്താലിയുടെ കല്ലുകൾ എൻ്റെ അമ്മമ്മയുടെ എഴുത്തുപെട്ടിയിൽ കുറേ കാലം അനാഥരായി കിടന്നിരുന്നു. അവയെടുത്ത് സ്വർണത്തിൽ കെട്ടി എൻ്റെ കഴുത്തിൽ അണിയിക്കുവാൻ അമ്മമ്മ അന്ന് മോഹിച്ചു. അതിനു വേണ്ടതായ 7 പവൻ സ്വർണം സജ്ജീകരിക്കുവാൻ അമ്മമ്മയ്ക്കൊരിക്കലും സാധിച്ചില്ല. അമ്മമ്മയുടെ പേര് നാലപ്പാട്ട് തിരുത്തിക്കാട്ട് കൊച്ചുകുട്ടിയമ്മ എന്നായിരുന്നു. ഔദ്യോഗിക നാമം കല്യാണിക്കുട്ടിയമ്മ എന്നും. അവരുടെ അമ്മ അമ്മുക്കുട്ടിയമ്മ പുന്നത്തൂർ കോട്ടയിലെ വലിയ തമ്പുരാൻ്റെ മകളായിരുന്നു. കെട്ടുകല്യാണത്തിന് ക്ഷേത്രദർശനം നടത്തുവാൻ താൻ ആനപ്പുറത്താണ് പോയതെന്ന് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാലപ്പാട്ട് സ്ത്രീകൾക്ക് സാധാരണയായി കണ്ടുവന്ന ചെറിയ ശരീരഘടന തന്നെയാണ് അവർക്കും ഉണ്ടായിരുന്നത്. മെലിഞ്ഞ മണികണ്ഠവും മെലിഞ്ഞ ഞെരിയാണിയും അവർക്കുണ്ടായിരുന്നു. കൈകൾ നീർത്തും ലോലങ്ങളായും പ്രത്യക്ഷപ്പെട്ടു. കുറച്ചു നേരം നെല്ല് കുത്തുകയോ കുറച്ചു തവണ കിണറ്റിൻകരയിൽ വെള്ളം കോരി വാഴത്തടത്തിൽ നനയ്ക്കുകയോ ചെയ്താൽ കൈകൾ ശക്തിപ്പെടുമെന്ന് അയൽക്കാരും ഭൃത്യന്മാരും അഭിപ്രായപ്പെട്ടു. ഭാരിച്ച പണികൾ ചെയ്യുവാൻ അമ്മമ്മയുടെ അമ്മയായ മുത്തശ്ശിക്ക് കഴിഞ്ഞിരുന്നില്ല. അവർക്ക് 4 അടി 6 അങ്കുലം മാത്രമേ ഉയരമുണ്ടായിരുന്നുള്ളൂ. മാറ്റുകുറഞ്ഞ സ്വർണത്തിൻ്റെ നിറം. വലത്തെ കവിളത്ത് ലങ്കയുടെ ആകൃതിയിൽ ഒരു മറുകും അവർക്കുണ്ടായിരുന്നു. അത് ചെറുപ്പത്തിൽ തൻ്റെ കവിളത്തുണ്ടായിരുന്നില്ലെന്ന് അമ്മമ്മ എന്നോട് പറഞ്ഞു. ഗ്രഹപ്പിഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ മാത്രമേ പാടുകൾ മുഖത്ത് വരികയുള്ളൂവെന്ന് അവർ പറഞ്ഞു.
അമ്മമ്മയുടെ അമ്മയായ മുത്തശ്ശിയും വലിയമ്മാമനായ നാരായണമേനോൻ്റെ അമ്മയും ഒരു ജ്യേഷ്ഠത്തിയുടെയും അനിയത്തിയുടെയും മക്കളായിരുന്നു. കാട്ടുമാടം വലിയ തമ്പുരാട്ടിപ്പാടിൻ്റെ പുത്രിയായിരുന്നു അമ്മാമ്മൻ്റെ അമ്മ മാധവിയമ്മ. അവർക്ക് നാലപ്പാട്ടുകാരുടെ വെളുത്ത നിറം കിട്ടിയിരുന്നില്ല. ഞാനും അവരും മാത്രമായിരുന്നു നാലപ്പാട്ട് വീട്ടിലെ കറുത്ത പെണ്ണുങ്ങൾ. പക്ഷേ ഞങ്ങളുടെ ശരീരങ്ങൾ കരുത്തുള്ളവയായിരുന്നു. ഞങ്ങളുടെ തലമുടിക്ക് കനവും നീളവും ഉണ്ടായിരുന്നു. നാലപ്പാട്ട് തിരുത്തിക്കാട്ട് എന്ന പേര് ചുരുക്കി പാത്രങ്ങളിലും നിലവിളക്കുകളിലും നാദി, അമ്മുവമ്മ, നാദി കൊച്ചുവമ്മ മുതലായ പേരുകൾ കൊത്തിച്ചത് കാണാമായിരുന്നു. നാദി നാരായണൻ മേനോൻ എന്നെഴുതിയ നിലവിളക്കുകളിൽ ഒന്നെൻ്റെ കൈവശമുണ്ട്. അതാണ് എൻ്റെ പൂജാമുറിയിലെ കെടാവിളക്ക്. പാമോയിലിനും വില കൂടിയിരിക്കുന്നു. എന്നിട്ടും ഞാൻ ആ വിളക്കിൻ്റെ നാളത്തെ കെടാതെ സൂക്ഷിച്ചിരിക്കുന്നു. മതങ്ങളെ നിയമം പാസാക്കി ഇല്ലാതാക്കണമെന്ന് ഞാൻ ഉറക്കെ ഉറക്കെ പ്രസ്താവിക്കുമ്പോൾ എൻ്റെ പൂജാമുറിയിൽ ആ പഴയ വിളക്ക് കത്തിജ്വലിക്കുന്നു. മുത്തശ്ശി കല്യാണം കഴിച്ചത് ചിറളയം കോവിലത്തെ തമ്പുരാനെയാണ്. വെളുത്ത് സ്ഥൂലശരീരനായ ഒരു ജന്മി. അദ്ദേഹത്തിൻ്റെ ഒപ്പം കോവിലകത്തിൽ താമസിക്കുന്ന കാലത്ത് മുത്തശ്ശിക്ക് വിവാഹ ജീവിതത്തോട് കലശലായ മടുപ്പ് അനുഭവപ്പെട്ടു. തമ്പുരാൻ മറ്റു സ്ത്രീകളെ ഏത് ദുർബല നിമിഷത്തിൽ സമീപിച്ചിരിക്കാം. ഏതായാലും ഒരു ദിവസം ഉച്ചതിരിഞ്ഞപ്പോൾ നാലപ്പാട്ടൊരു മഞ്ചൽ വന്നെത്തി. ഹേയ് ഹോ ഹേയ് ഹോ എന്ന് വിളിച്ചു നടന്നിരുന്ന മഞ്ചൽ വാഹകന്മാർ സംഭാരം കൂടി കുടിക്കുവാൻ നിൽക്കാതെ ചിറളയത്തേക്ക് മടങ്ങിപ്പോയി. മഞ്ചലിൽ നിന്ന് മുത്തശ്ശി തൻ്റെ പെൺകുഞ്ഞിനെയും പൊക്കിയെടുത്തുകൊണ്ടിറങ്ങി. അവർക്കന്ന് 19 വയസ്സായിരുന്നു പ്രായം. ഇനി ഞാൻ ചിറളയത്തേക്ക് പോണില്ല, മുത്തശ്ശി കുടുംബാംഗങ്ങളോട് പറഞ്ഞു. ഭർത്താവിനോടുള്ള മടുപ്പിൻ്റെ കാരണങ്ങൾ ആരും അന്വേഷിച്ചില്ല. നായർ സ്ത്രീക്ക് തറവാട്ടിൽ എന്നുമെന്നും അന്തസ്സുള്ള സ്ഥാനമുണ്ടായിരുന്നു. മുത്തശ്ശി തൻ്റെ കാലടികൾ കഴുകുമ്പോൾ നഖങ്ങൾ വെളുപ്പിക്കാൻ പ്രത്യേകം നിഷ്കർഷത കാണിച്ചു. ശംഖുകൾ പോലെ തിളങ്ങുന്ന നഖങ്ങളും ചുവന്ന വിരൽത്തുമ്പുകളും അവർക്കുണ്ടായിരുന്നു. 1 മണിക്കൂറെങ്കിലും അവർ കുളിക്കാനായി വിനിയോഗിച്ചു. വൃത്തിയുടെയും എടുപ്പിൻ്റെയും ഒരു പ്രത്യേക മണം, ഒരു പുതുമഴ ഗന്ധം അവരെ ആവരണം ചെയ്തു. വൃത്തിയോടുള്ള ഈ അഭിനിവേശമായിരിക്കാം അവരെ 19 വയസ്സിൽ തന്നെ ബ്രഹ്മചര്യത്തിലേക്ക് മടങ്ങുവാൻ പ്രേരിപ്പിച്ചത് എന്നെനിക്കിപ്പോൾ തോന്നാറുണ്ട്. അവരുടെ മകൾ കൊച്ചുവമ്മ തൻ്റെ അച്ഛൻ്റെ മുഖഛായയോടെ വളർന്നു. വിളർപ്പ് തോന്നിക്കുന്ന നിറം, കവിളത്ത് നീലഞരമ്പിൻ്റെ ഒരു നിഴൽ, വലിയവയും അല്പം നീലവർണ്ണവുമുള്ള കണ്ണുകൾ, മാംസളമായ ശരീരം, വലിയവയെങ്കിലും ഒരേ വലിപ്പത്തിലല്ലാത്ത മുലകൾ. ബാല്യകാലത്ത് ഒരു സഹപാഠി തൻ്റെ കണ്ണുകൾ കുപ്പിപ്പിഞ്ഞാണത്തിൽ വെച്ച ഞാവൽപ്പഴം എന്ന് വിശേഷിപ്പിച്ച കഥ ഒരിക്കൽ അവർ എന്നോട് പറഞ്ഞു. പ്രശംസയ്ക്ക് പാത്രമായാൽ കരിങ്കണ്ണ തട്ടുമെന്ന് അമ്മമ്മ ഭയന്നു. ഞാൻ വെറുമൊരു സാധാരണ കുട്ടിയായിരുന്നു. എന്നിട്ടും കരിങ്കണ്ണും കരുനാക്കുമുള്ളവരിൽ നിന്ന് അമ്മമ്മ എന്നെ ഒളിപ്പിക്കുവാൻ സദാസമയവും ശ്രമിച്ചുകൊണ്ടിരുന്നു. അമ്മമ്മ കുഞ്ഞായി തൻ്റെ പിതൃഗൃഹത്തിൽ നിന്ന് നാലപ്പാട്ട് വന്നെത്തിയപ്പോൾ മാധവിയമ്മ എന്ന വലിയമ്മയുടെ മകന് 7 or 8 വയസ്സ് മാത്രമേ പ്രായമായിരുന്നുള്ളൂ. നാലപ്പാട്ട് പുരുഷപ്രജയായി മറ്റാരുമില്ലായിരുന്നു. ആ കാലത്ത് പുരുഷൻ്റെ വൃത്തികളെന്ന പോലെ ജീവിക്കുവാൻ സ്ത്രീകൾ വിസമ്മതം പ്രകടിപ്പിച്ചില്ല. അമ്മാമ്മൻ്റെ ചുറ്റും അച്ചുതണ്ടിൻ്റെ ചുറ്റും ലോകമെന്ന പോലെ ആ കുടുംബം തിരിഞ്ഞു. അമ്മാമ്മനെ മുത്തശ്ശിമാർ കുട്ട എന്നാണ് വിളിച്ചിരുന്നത്. അമ്മമ്മ അദ്ദേഹത്തെ ഏട്ട എന്ന് വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ സ്ഥാനത്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്തു. അമ്മമ്മ അമ്മാമ്മനെ ആരാധിച്ചു. വളരും തോറും ആരാധിക്കുവാൻ പറ്റിയ ഒരാളായി മാറിയിരുന്നു അമ്മാമ്മൻ. സുബകനും രസികനും ബുദ്ധിശാലിയുമായിരുന്നു അദ്ദേഹം. ഇടതുവശത്ത് കെട്ടിച്ചരിച്ചു വെച്ച കുടുമയും ആഴത്തിൽ ഇറങ്ങുവാൻ കെൽപ്പുള്ള കണ്ണുകളും ചിരിക്കാൻ ഒരിക്കലെങ്കിലും വൈമനസ്യം കാണിക്കാത്ത ചുണ്ടുകളും യുവതികളെ ഏറെ ആകർഷിച്ചു വന്നു. നായർ സ്ത്രീകൾക്ക് ആ കാലത്ത് ഭർത്താവിനോട് തോന്നുന്നതിൽ അധികം അടുപ്പം സ്വന്തം ആങ്ങളമാരോടാണ് തോന്നിയിരുന്നത്. അമ്മമ്മയ്ക്കും ജ്യേഷ്ഠനുമായി ഉണ്ടായിരുന്ന നിഗൂഢമായ ആത്മീയബന്ധം ഭർത്താവിനോടുള്ള ഭക്തിഭാവത്തിലും എത്രയോ അധികം പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു. അമ്മമ്മ 13 വയസ്സിൽ വിവാഹിതയായി. ചിറ്റഞ്ഞൂർ കോവിലകത്തെ വലിയ തമ്പുരാനായിരുന്നു വരൻ. വിദ്യാസമ്പന്നൻ, വിനയാന്വിതൻ. അദ്ദേഹം തൻ്റെ കുടുംബാംഗങ്ങളുടെ ഭാരം മാത്രമല്ല, നാലപ്പാട്ടുകാരുടെ കാര്യവും അദ്ദേഹം സസന്തോഷം ഏറ്റെടുത്തു. വ്യവഹാരത്തിനായി പൊന്നാനിയിലെ കോടതിയിൽ പോയി തുടങ്ങി. ബന്ധുക്കൾ നാലപ്പാട്ടെ സ്ത്രീകളിൽ നിന്ന് അവർക്ക് അവകാശപ്പെട്ട വസ്തുവകകൾ അപഹരിച്ചെടുക്കുവാൻ നിരന്തരം ശ്രമം നടത്തുകയായിരുന്നു. കേസിൻ്റെ കാര്യത്തിന് പൊന്നാനിയിൽ പോവാനോ വക്കീലിനെ കാണുവാനോ പറമ്പുകളിൽ തെങ്ങുകളുടെ കടയ്ക്കൽ വളമിടിവിക്കുവാനോ അമ്മാമ്മൻ ഒരിക്കലും താല്പര്യം കാണിച്ചില്ല. പാട്ടുകച്ചേരികളും സാഹിത്യ സല്ലാപങ്ങളും അദ്ദേഹം ഇഷ്ടപ്പെട്ടു. വള്ളത്തോളിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി പലയിടത്തും അദ്ദേഹം സഞ്ചരിച്ചു. സാഹിത്യകാരന്മാരെയും സംഗീത വിദൂഷികളെയും അദ്ദേഹം പരിചയപ്പെട്ടു. കൗമാരദിശയിൽ തന്നെ കുട്ടികളെ മുലയൂട്ടി പോറ്റേണ്ടി വന്നതുകൊണ്ടാവാം അമ്മമ്മയുടെ ആരോഗ്യം മെല്ലെ മെല്ലെ തകർന്നത്. അവർ ഹൃദ്രോഗത്താൽ തളർന്നു. സുഭദ്ര എന്ന മകളുടെ അപ്രതീക്ഷിതമായ മൃത്യുവും അവരെ കഠിനമായി വേദനിപ്പിച്ചു.
അമ്മമ്മയുടെ ഭർത്താവായ തമ്പുരാൻ മരിച്ചപ്പോൾ അവർക്ക് 37 വയസ്സു മാത്രമേ പ്രായമായിരുന്നുള്ളൂ. അമ്മമ്മ എൻ്റെ അമ്മയെ പ്രസവിച്ചത് കേവലം 15-ാമത്തെ വയസ്സിലാണ്. ആ കാലത്ത് തമ്പുരാക്കന്മാർ നായർ സ്ത്രീകളെ വിവാഹം ചെയ്താലും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുക ഉണ്ടായിരുന്നില്ല. അമ്മമ്മയുടെ തമ്പുരാൻ രാവിലെ കോവിലകത്തേക്ക് നാട്ടുനടപ്പനുസരിച്ച് മടങ്ങാതെ നാലപ്പാട്ടെ മുകളിലെ വടക്കേ മുറിയിൽ അമ്മമ്മയോടൊപ്പം പകിട കളിക്കുകയോ സല്ലപിക്കുകയോ ചെയ്തു. നാലപ്പാട്ട് ഭക്ഷണവും കഴിച്ചു. അദ്ദേഹം തന്നെ കാളവണ്ടിയിൽ തൃശ്ശൂർക്ക് കൊണ്ടുപോയി പൂരം കാണിച്ചു തന്നുവെന്ന് 100-ലധികം തവണ അമ്മമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പൂരം കാണുവാൻ പോവാൻ ഒരു പച്ച റൗക്ക വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അർദ്ധരാത്രി തന്നെ ഒരു തയ്യൽക്കാരനെ ഉണർത്തി അത് ശരിയാക്കി കൊടുത്ത കഥ ഞാൻ എത്രയോ തവണ കേട്ടിരിക്കുന്നു. തൻ്റെ ഭർത്താവിൻ്റെ അഗാധമായ സ്നേഹത്തിൻ്റെ തെളിവെന്ന പോലെയാണ് അമ്മമ്മ ആ കഥ അവതരിപ്പിച്ചത്. അമ്മമ്മയുടെ ബാലിശത്വത്തിൻ്റെ ഉദാഹരണമായി മാത്രമേ ഞാൻ ആ കഥ സ്വീകരിച്ചുള്ളൂ. തൃശ്ശൂരിലെ ഒരു പുരാതന തറവാട്ടിൽ കിടക്കി സാമ്പ്രി എന്ന മറ്റൊരു പേരുള്ള വടക്കേ കറുപ്പത്താണ് അമ്മമ്മയെ മുത്തച്ഛൻ കൊണ്ടുചെന്നത്. എത്രയോ അനവധി വർഷങ്ങൾക്ക് ശേഷം വടക്കേ കുറുപ്പത്തെ ശങ്കരമേനോനെയും ഭാര്യ പണിക്കുവീട്ടിൽ കല്യാണിക്കുട്ടിയമ്മയെയും ഞങ്ങൾ ബോംബെയിൽ വെച്ച് പരിചയപ്പെട്ടു. ആ പരിചയം സുദൃഢമായ ഒരു മൈത്രി ബന്ധമായി തീരുകയും ചെയ്തു. ശങ്കരമേനോൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അമ്മാമ്മൻ്റെ ആദ്യ ഭാര്യ ഒരു വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചില്ല. രക്തസ്രാവത്താൽ അമ്പാഴത്തേൽ മുകളിലെ നടുവിലെ മുറിയിൽ സ്ഥിതി ചെയ്തിരുന്ന പുതിയ കട്ടിലിൽ സൂര്യപടമെത്തയിൽ കിടന്നുകൊണ്ട് അവർ മരിച്ചു. രക്തസ്രാവം നിർത്തുവാനായി 27 അലക്കിയ മുണ്ടുകൾ അവരുടെ തുടകൾക്കുള്ളിൽ തിരുകിയെന്ന് കണ്ണത്ത് മണ്ണാന്തറ വീട്ടിലെ ഉണ്ണിമായമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞു. അമ്മാമ്മൻ്റെ ആദ്യത്തെ അമ്മായി സുന്ദരിയായിരുന്നോ? ഞാൻ ഉണ്ണിമായമ്മയോട് ചോദിച്ചു. പിന്നെയോ, കണ്ടാൽ വേശി. വെളുത്ത് തടിച്ച് ഞെരിയാണി വരെ ഇറങ്ങിക്കിടക്കണ മുടിയും ഒക്കെയായിട്ട് കണ്ടാ മറക്കില്ല കുട്ടിയെ. ചിന്നമ്മ ഒരു രാത്രി കൂടി നാലപ്പാട്ട് തങ്ങിയില്ല. നാലപ്പാട്ടേക്ക് സന്ധ്യ കഴിഞ്ഞ് സംബന്ധത്തിന് വരുന്ന ശീലം രണ്ടാമത്തെ അമ്മായി ബാലാമണി അമ്മയാണ് തുടങ്ങിവെച്ചത്. അവർ ചിന്നമ്മയുടെ അനുജത്തിയായിരുന്നു. ചിരിക്കുവാനും ചിരിപ്പിക്കുവാനും ഉത്സാഹം പ്രകടിപ്പിക്കുന്ന അമ്മായി എൻ്റെ അമ്മമ്മയോട് മാത്രം തർക്കിച്ചിരുന്നു. തർക്കിക്കുവാൻ അവസരം വേണ്ടത്ര അമ്മമ്മ കൊടുത്തുകൊണ്ടിരുന്നു. അമ്മാമ്മന് പൂജാ സാമഗ്രികൾ ഒരുക്കി കൊടുക്കുക, ഇക്മിക് കുക്കറിൽ ഗോതമ്പും പരിപ്പും പച്ചക്കറികളും അദ്ദേഹത്തിനു വേണ്ടി പാകം ചെയ്യുക, അദ്ദേഹത്തിൻ്റെ കതർ മുണ്ടുകളുടെ വക്ക് തയ്ക്കുക മുതലായ കടമകൾ അമ്മമ്മ ഏറ്റെടുത്തിരുന്നു. ആ പ്രവൃത്തികളെ പരിഹാസലജ്ഞയോടെ ഒരു പുഞ്ചിരിയോടെ നോക്കിക്കണ്ടിരുന്നു അമ്മായി. അമ്മായി തന്നെ മുടിയിൽ പിച്ചകമാലയും ചൂടി ചുണ്ടുകളിൽ താമ്പൂലരസത്തിൻ്റെ ചുവപ്പും നെറ്റിമേൽ കുങ്കുമപ്പൊട്ടും കളഭക്കുറിയും മറ്റുമായി അത്താഴശേഷം നാലപ്പാട്ടെ പടിപ്പുരമാളികയുടെ കോണപ്പടികൾ തൻ്റെ തടിച്ച നിതംബം താളാത്മകമായി ചലിപ്പിച്ചുകൊണ്ട് കയറുന്നതും നോക്കി അമ്മമ്മയും ഒരു പൂച്ചച്ചിരി ചിരിക്കുവാൻ മറന്നില്ല. അമ്മായി തൻ്റെ പ്രായം മറന്ന് വേഷഭൂഷാദികൾ അണിയുന്നുവെന്ന് അമ്മമ്മ സ്വരം താഴ്ത്തിക്കൊണ്ട് ആരോടെന്നില്ലാതെ അഭിപ്രായപ്പെടാറുണ്ടായിരുന്നു. സുമംഗലിയാന്ന് വെച്ച് ഇങ്ങനെ ദിവസം തോറും ചമഞ്ഞ് അഹങ്കരിക്കണോ? അമ്മാമ്മൻ തൻ്റെ ഭക്ഷണവേളയിൽ അമ്മയോടും ചെറിയമ്മയോടും അമ്മായിയോടും നേരമ്പോക്കുകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാറുണ്ടായിരുന്നു. താൻ കണ്ട സാഹിത്യകാരന്മാരെ പറ്റിയും അവരുടെ വിചിത്ര ചെയ്തികളെപ്പറ്റിയും അദ്ദേഹം വിവരിച്ചു. ഇത്തരം സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവാനും അവ ഉയർത്തുന്ന പൊട്ടിച്ചിരിയിൽ പങ്കുകൊള്ളുവാനും അമ്മമ്മ ആഗ്രഹിച്ചു. അതുകൊണ്ടാവാം അവർ സാമ്പാറിൻ്റെ മരിക പാചകൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് തെക്കിനിയിൽ പലതവണയും വന്നെത്തിയത്. പക്ഷേ പാചകനോടുള്ള പെരുമാറ്റം തന്നെ അമ്മാമ്മൻ അമ്മമ്മയ്ക്കും സമ്മാനിച്ചു. അവരെ ഒരിക്കലെങ്കിലും നോക്കുവാൻ അദ്ദേഹം മെനക്കെട്ടില്ല. അമ്മമ്മ വെറുമൊരു പാമരയാണെന്ന ഭാവത്തോടെയാണ് അമ്മാമ്മൻ എന്നും അവരോട് പെരുമാറിയത്. കുടുംബത്തിലെ പണം സൂക്ഷിപ്പുകാരി അമ്മമ്മയായിരുന്നതുകൊണ്ട് നിസ്സങ്കോചം അവരിൽ നിന്ന് ആവശ്യം തോന്നുമ്പോഴെല്ലാം പണം വാങ്ങുവാൻ അമ്മാമ്മൻ തയ്യാറായി. താനൊരു ഫലിതക്കാരനാണെന്നോ ബുദ്ധിരാക്ഷസനാണെന്നോ അമ്മമ്മയെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കാം. അവർ അന്യോന്യം ആത്മീയമായി അത്രയ്ക്ക് അടുത്തിരുന്നു എന്ന് അവരുടെ മരണം കഴിഞ്ഞ് 35 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പഴകിയ ഒരു സമസ്യ പൂരിപ്പിച്ചെടുത്താലുണ്ടാകുന്ന ചാരിതാർത്ഥ്യത്തോടെ ഞാൻ മനസ്സിലാക്കുന്നു. അമ്മാമ്മൻ്റെ പ്രകടമായ അവഗണന അമ്മമ്മയെ എല്ലാ ദിവസവും വേദനിപ്പിച്ചു. ആ വേദനയെപ്പറ്റി ബോധവാനായിട്ടും അതിനെ ലഘൂകരിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചില്ല. 60 വയസ്സു തികഞ്ഞിട്ടും അമ്മമ്മയുടെ മുഖത്തെ നൈർമല്യത്തിനും ആ കണ്ണുകളുടെ നിഷ്കളങ്ക ഭാവത്തിനും യാതൊരു കോട്ടവും സംഭവിച്ചില്ല. പക്ഷേ ഹൃദ്രോഗത്തിൻ്റെ പല ശല്യങ്ങളും ആ കാലത്ത് വീണ്ടും അനുഭവിച്ചു തുടങ്ങി. രാത്രികാലങ്ങളിൽ ഇടത്തോട്ട് ചെരിയുമ്പോൾ അസ്വസ്ഥത, കണങ്കാലുകളുടെ പേശികളിൽ വേദന, അകാരണമായ കിതപ്പ് മുതലായ പ്രശ്നങ്ങൾ അവരെ നേരിട്ടു.
രാവിലെ എഴുന്നേറ്റ് അമ്മാമ്മൻ്റെ സാളഗ്രാമ പൂജയ്ക്ക് വേണ്ടി പൂക്കൾ, ചന്ദനം, തിരികൾ, പ്രസാദം മുതലായവ തയ്യാറാക്കുവാൻ അവർക്ക് ശേഷിയില്ലാതായി. അതുകൊണ്ട് സാളഗ്രാമം അമ്മായിയുടെ വീടായ അമ്പാഴത്തേൽ വീട്ടിലേക്ക് മാറ്റാമെന്ന് തീരുമാനിച്ചു. അമ്പാഴത്തേൽ ഉണ്ടായിരുന്ന സാളഗ്രാമത്തെ പൂജിക്കുവാൻ ദിവസേന അവിടെ ഒരു നമ്പൂതിരി ചെന്നിരുന്നു. നമ്പൂതിരി തന്നെ നാലപ്പാട്ടെ സാളഗ്രാമത്തെയും പരിചരിച്ചു കൊള്ളും. സാളഗ്രാമം അമ്പാഴത്തേൽ വീട്ടിലേക്ക് മാറ്റിയ ദിവസം രാവിലെ തൃശ്ശൂരിൽ കൊട്ടിൽമാരാരുടെ പുതിയ വസതിയുടെ പാലുകാച്ചലിന് പോയി. സന്ധ്യ കഴിഞ്ഞാണ് അവർ മടങ്ങിയത്. അത്താഴം കഴിക്കുമ്പോൾ അമ്മാമ്മൻ തൃശ്ശൂർ വിശേഷങ്ങൾ എല്ലാവർക്കും വിവരിച്ചു കൊടുത്തു. ചിരിച്ചുകൊണ്ടാണ് അത്താഴം അവസാനിച്ചത്. അന്നു രാത്രി 11:30 ഹൃദ്രോഗബാധയാൽ അമ്മാമ്മൻ പടിപ്പുരമാളികയിലെ തൻ്റെ മനോഹരമായ കിടപ്പറയിൽ കിടന്ന് വേദന സഹിക്കാൻ വയ്യാതെ കാലിട്ടടിച്ചുകൊണ്ട് മരിച്ചു. അമ്മായി ആദ്യം സഹായാഭ്യർത്ഥനയോടുകൂടി ഓടിയത് അച്ഛനും അമ്മയും കൂടി താമസിച്ചിരുന്ന സർവോദയ എന്ന വീട്ടിലേക്കാണ്. അവരുടെ രോദനം കേട്ട് അമ്മമ്മ പുറത്തു വന്നു. അവർ പടിപ്പുരമാളികയിൽ തൻ്റെ ജ്യേഷ്ഠൻ്റെ സമീപത്തെത്തിയപ്പോൾ അദ്ദേഹം മരിക്കുകയായിരുന്നു. സാളഗ്രാമം വീട്ടിൽ നിന്ന് നീക്കം ചെയ്താൽ അനർത്ഥം സംഭവിക്കുമെന്ന് അദ്ദേഹം രഹസ്യമായി വിശ്വസിച്ചിരുന്നുവോ? പുരോഗമനവാദിയും ഉൽപ്പതിഷ്ണുവെന്ന് അറിയപ്പെടുവാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അമ്മാമ്മൻ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പൈതൃകമായി ലഭിച്ച ഒരു പിടി ഇരുട്ട് കാത്തുസൂക്ഷിച്ചിരുന്നുവോ? നാട്ടാചാരമനുസരിച്ച് അമ്മായി തൻ്റെ ഭർത്താവിൻ്റെ ജഡം ഉപേക്ഷിച്ച് താമസിയാതെ അമ്പാഴത്തേൽ വീട്ടിലേക്ക് ഒരു വിധവയുടെ ഒടുങ്ങാത്ത കണ്ണുനീരുമായി മടങ്ങി. ഭർത്താവിൻ്റെ ജഡത്തിൻ്റെ സമീപം ഇരുന്ന് കരയുവാനുള്ള അവകാശവും ഒരു നായർ സ്ത്രീക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. ജഡത്തിൻ്റെ കാൽക്കൽ ചൂളിയിരുന്ന് കണ്ണുനീർ പൊഴിക്കാൻ പെങ്ങൾക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. ജ്യേഷ്ഠൻ്റെ മുഖത്ത് കണ്ണും നട്ട് എത്രയോ നേരം അമ്മമ്മ ഒരു പ്രതിമ കണക്കിയിരുന്നു. ആ ശരീരം തണുത്തു വിറങ്ങലിച്ചു. താൻ ഇനി ജീവിതം തുടരുന്നതിൽ ഒരു ന്യായീകരണവുമില്ലെന്ന് അമ്മമ്മയ്ക്ക് തോന്നിയിരിക്കാം. മുലയിൽ പാൽ വറ്റാത്ത അമ്മമാർ ഒഴിഞ്ഞ തൊട്ടിലുകൾക്കരികിൽ ശൂന്യതയോടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മമ്മയുടെ കണ്ണുകൾ അന്നു മുതൽ ശൂന്യത തേടിക്കൊണ്ടിരുന്നു. 3 മാസങ്ങൾക്കുള്ളിൽ അമ്മമ്മയും തൻ്റെ പ്രിയ ജ്യേഷ്ഠനെ അനുഗമിച്ചു.